ചെയ്തതാണ്. പല്ലൂലാണ് ഈ സരസ്വതിയുടെ കോയിൻസ് വരുന്നത്. ബോഡി ഫുള്ള് ടെമ്പിൾ വർക്ക്. രേഷ്മയുടെ സാരികളിലൊക്കെ നല്ലൊരു പുതുമ ഞാൻ കണ്ടു. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് രേഷ്മേനെ സമീപിക്കാം. കാരണം നമുക്ക് ഒരേ മാറ്റത്തെ കണ്ടേ ഇങ്ങനത്തെ വ്യത്യാസമായിട്ടുള്ള സാരികൾ കാണുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്ത ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേമാതിരി നല്ല ഭംഗിയുള്ള സാരികളൊക്കെ കാണുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ച് രേഷ്മേനെ ഏൽപ്പിക്കാറ് ഓരോ കാര്യങ്ങൾ. എന്റെ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാറുണ്ട്. ഇത് നമ്മള് പട്ടെടുത്ത് സാധാരണ എല്ലാരും സ്ട്രെയിറ്റ് ബോർഡർ ഗോൾഡൻ അല്ലേ കൊടുക്കും, അതിന് പകരം ടെമ്പിളിന്റെ കോമ്പിനേഷൻ ഭയങ്കര നന്നായി. ചെറിയ പിങ്ക് ഇവിടെ വന്നപ്പോ അതിന്റെ ആ ഒരു ഇതേ മാറിയാണ്. അതെ, സാധാരണ കേരള സാരിയിലെല്ലാം സൈഡിൽ കോട്ടൺ നമ്മുടെ കളഭത്തിന്റെ കളറാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതിന് റെഡ് ഇട്ടബിൾ ആണ്, ബ്ലൂ ആയിട്ട് നല്ല കോമ്പിനേഷൻ. പിന്നെ ബോഡി ഫുൾ ഇതേപോലത്തെ ടെമ്പിൾ ബുട്ടാസ് ഉണ്ട്. ഇതൊരു 10 ഇഞ്ച് വരുന്ന ഒരു ബോർഡർ ആണ്. സ്ട്രെയിറ്റ് ബോർഡർ കൊടുക്കാണ്ട് ബോഡി ഫുൾ ഇത് തന്നെയാണ്. താഴെ പല്ലൂര് ഇപ്പൊ പെട്ടെന്ന് ടെമ്പിൾ ബോർഡർ ആണ് എന്നുള്ളത് പോലും നമ്മളങ്ങനെ നിവർത്തുമ്പോഴേ മനസ്സിലാവും. പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോ ഒരു ഭയങ്കര വ്യത്യാസം. ബ്ലൗസ് പീസ് സെയിം വർക്ക് തന്നെ അല്ലേ? ഇതില് ഈ കൊടുത്തിരിക്കുന്ന വർക്ക് തന്നെയാണ് സ്ലീവില് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഫുള്ള് നല്ല ഭംഗിയായിരിക്കും. ഇതേ വർക്ക് തന്നെയാണ്. എന്നാ മുന്താണി വലിയ ഗോഡിയല്ല. അല്ല അല്ല, ഇത് സ്ലീവ് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് വരുന്ന വർക്ക്. പിന്നെ നെക്ക് ഇങ്ങനെ വരും, ബാക്ക് നെക്കും. ഇതെന്താ സാധനം പറയാൻ പറ്റും? ഇത് തുണിയിലാണല്ലോ. യെസ്, തുണിയില് ആദ്യമായിട്ട് ഒരു ഓർണമെന്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒരു ട്രയൽ ആണ്. ഫസ്റ്റ് ഒരു ഐഡിയ വന്നപ്പോ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. നന്നായിട്ടില്ലേ? മാംഗോസ് ഇത് വരും. സെയിം കല്ലോണ്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഭംഗി കറക്റ്റ് ആയിട്ട് കാണാം. അതെ അതെ, അതേ സെയിം വർക്ക് തന്നെയാണ് നമ്മളിവിടെ ഡ്രസ്സിലും കൊടുത്തിരിക്കുന്നത്. ഞാനിത് എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എനിക്ക് ഇയറിംഗ്സ് ഞാൻ ചെയ്തിട്ടില്ല. ചെറിയ ഇഷ്ടം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഹാങ്ങിങ്സ് ആയിട്ടോ ചെറിയ കുഞ്ഞു അമ്മലാണ്. നല്ല ഐഡിയ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതെ.